ടാക്സി ആട്ടോ. കൂടുതലും വാഗണറും നമ്മുടെ ഓൾട്ടോയുമാണ് കാണുന്നത്. ഇവിടെ ടാക്സിയുടെ ഫ്രണ്ടിൽ ബോണറ്റിൽ ഒരു യെല്ലോ കളർ പെയിൻറ് ചെയ്തിരിക്കും. യെല്ലോ കളർ പെയിൻറ് ഇല്ലെങ്കിൽ ആ ബോണറ്റിൽ ഒരു റൗണ്ട് കളറിൽ സർക്കിളായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഫ്രണ്ടോട് നോക്കി, ഇത് മല കാണാൻ മേലാതെയാണല്ലോ ബിൽഡിങ്. വെൽക്കം ടു സിക്കിം, ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. നീറ്റുണ്ട് സ്ഥലങ്ങളൊക്കെ, ഒരു ക്ലീൻ സിറ്റിയില്. ഓവർബ്രിഡ്ജിന്റെ സൈഡിൽ കൂടെ ഒക്കെ ആണെങ്കിൽ ചെടിയൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി കൊടുത്തു. സംഭവം ക്ലാസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സിക്കിം സിൻസ് 1968. ഇവിടേക്ക് ഇതുപോലെയാട്ടോ, പട്ടിക്കുട്ടിയും ആടും പശുവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുതപ്പിച്ച് കെട്ടി ആണ് നിർത്തിയിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ ഡാർജിലിംഗ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പട്ടിക്കുട്ടീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതപ്പിച്ചൊക്കെ നിർത്തിയാണ് കണ്ടു. പട്ടികൾ നല്ല രോമമുള്ള പട്ടികളാട്ടോ. ഗാൻഡോക്കിൽ നമ്മൾ റൂം എടുത്തു, വണ്ടി പാർക്ക് ചെയ്തു. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ നേരെ MG റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. MG റോഡിലെ കാഴ്ചകൾ കാണണം. നമ്മുടെ റോപ്പ് വേ ഉണ്ട്, നമുക്ക് അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MG റോഡിൻ്റെ അവിടെയൊന്നും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിക്കിമിലെ മ്യൂസിയമാണ്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമല്ലോ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അകത്തേക്ക് എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ ആണെങ്കിൽ പൂച്ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചട്ടിക്കകത്താക്കി തൂക്കിയിട്ടാണ് കേട്ടോ. നമുക്കിവിടുന്ന് സിറ്റിയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും കേട്ടോ സിറ്റി. നമ്മളിപ്പോൾ ഉള്ളത് MG റോഡ് അല്ലെങ്കിൽ MG മാർഗ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഗാന്ധിജി അപ്പൂപ്പൻ. ഈ റോഡിൻ്റെ അകത്തേക്ക് വണ്ടികൾക്കൊന്നും പ്രവേശനമില്ല. വാക്കിംഗ് സ്ട്രീറ്റ് ആട്ടോ. നമുക്ക് നടന്ന് മാത്രമേ ഇതിനകത്തോടെ പോകാൻ പറ്റുള്ളൂ. ഈ പോകുന്നതിൻ്റെ രണ്ട് വശത്തും കടകളാട്ടോ. ഇവിടെ കാണാൻ കഴിയുന്ന ഒട്ടുമിക്ക കടകളും ബ്രാൻഡഡ് ഷോറൂംസ് ആട്ടോ. നമുക്ക് ലൂയിസ് ഫിലിപ്പ്, വുഡ്ലാൻഡ് അങ്ങനത്തെ കുറേ ബ്രാൻഡുകൾ കാണാൻ പറ്റും. നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ് ആട്ടോ. ഇതിലൂടെ നടക്കാനൊരു പ്രത്യേക രസമാണ്. നമ്മളേതോ വിദേശത്തൊക്കെ പോയ പോലത്തെ ഒരു ഫീലാട്ടോ. ഇപ്പോൾ സമയം 4:20 ആയിരിക്കുകയാണ്. തണുപ്പാനി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൻ്റെ സെൻറ്ററിലാണെങ്കിൽ ഇതേപോലെ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം. റോപ്പ് സ്റ്റേഷൻ്റെ അവിടെയാണ്. അപ്പം ഇവിടുന്ന് താഴേക്കാണ് കേട്ടോ പോണേ. നമ്മൾ ഈ കേബിൾ കാറിൽ കയറിയിട്ട് നമ്മൾ താഴേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് കേബിൾ കാറിലെ യാത്രയൊക്കെ ആസ്വദിച്ചിട്ട് വരാം.
പകല് കണ്ടതും ഇപ്പൊ കാണുന്നതും എൻ്റെ ഡിഫറെൻ്റ് ആട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആക്കി നിൽക്കുക കേട്ടോ. ബിൽഡിങ്ങിൻ്റെ ബോർഡുകളും എല്ലാം. അപ്പോൾ നടന്നു പോണ ആൾക്കാരെ ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇതാട്ടോ നമ്മുടെ റൂമിൻ്റെ ഇന്നർ വ്യൂ. റൂമിനാണെങ്കിൽ നല്ല ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ ഉണ്ട്. നമുക്കിവിടെ നോക്കിയാൽ നേരെ മൗണ്ടൻ പീക്കും സ്നോ മൗണ്ടനെ കാണാൻ പറ്റും. അങ്ങ് ടിപ്പ് കണ്ടോ. അപ്പം സൂര്യൻ്റെ റേസൊക്കെ ആണെങ്കിൽ ആ സ്നോ മൗണ്ടൻ്റെ പീക്കിൽ വന്നടിച്ച് നല്ല തിളങ്ങി നിൽക്കുക കേട്ടോ. രാത്രി കാണാൻ നല്ല രസം. ആ മലയിലുള്ള വീടുകളെല്ലാം നല്ല തിളങ്ങി നിൽക്കും ലൈറ്റ് ഇട്ടിട്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ഗാൻടോക്ക്. നമ്മളിപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിൽ നാഥുല പാസിന് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം നമ്മുടെ പ്രൈവറ്റ് വണ്ടിക്ക് നാഥുല പാസിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ നിന്നൊരു ടാക്സിയിലാണ് പോകുന്നത്. ഷെയർ ടാക്സിയിലാണ് പോകുന്നത്. 2 പേർക്കാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1000 രൂപ വെച്ച് 2000 രൂപയാണ് റേറ്റ്. അങ്ങോട്ട് പോകാൻ ഇന്നർ ലൈൻ പെർമിറ്റൊക്കെ എടുക്കണം. പെർമിറ്റും എല്ലാം ചേർത്തിട്ടാണ് അവർക്ക് 1000 രൂപ. അപ്പോൾ നമ്മൾ ആ ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്തെത്താറായി. ഈ കാണുന്നതാണ് ചാങ്കു ലേക്ക് നാഥുല സ്റ്റാൻഡ്. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചാങ്കുലേക്കും നാഥുല പാസിന് അങ്ങോട്ടേക്ക് പോകുന്ന ടാക്സി ഇവിടെയാണ്. നമ്മളിപ്പം നാഥുല പാസിന് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഷെയർ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം കുറേ ദൂരം നമ്മൾ കയറി പോന്നു. അപ്പം നമുക്ക് ഗാൻടോക്ക് സിറ്റിയുടെ കുറേ ഏരിയ കാണാൻ പറ്റും താഴെ. നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു ആദ്യത്തെ ഒരു പോയിന്റ് ആട്ടോ, കാഞ്ചൻജംഗ വ്യൂ പോയിന്റ്. നമ്മുടെ നേരെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല തിളങ്ങി നിൽക്കുവാണ് കാഞ്ചൻജംഗ പീക്ക്. പിന്നെ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡാർക്ക് മൗണ്ടൻ ആട്ടോ. പോയിന്റ് അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ജാക്കറ്റും സ്വെറ്ററും ഗ്ലൗസും ചായ കൊടുക്കുന്ന കടകളാണ്. തണുപ്പുണ്ടോ? ഇതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയൊരു പോയിന്റ് ആട്ടോ. 30th മൈൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര ചെയ്യാം. ബ്രെഡ് ഓംലേറ്റ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്രെഡ് ഓംലേറ്റും മാഗിയാണ് ഉള്ളത് കേട്ടോ. ഒരുപാട് സെറ്റേഴ്സും അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റേഴ്സ് ഒന്നും പ്രോപ്പർ ഇല്ലെങ്കിൽ ഇവിടുന്ന് റെന്റിന് എടുത്തിട്ട് പോകാം. ഓറൽസ് യു ക്യാൻ ബൈ ഓൾസോ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു വലിയ ജാക്കറ്റും സാധനങ്ങളും ഇവിടെ വേണ്ടതൊക്കെ ക്യാരി ചെയ്ത് അൺനെസസറിലി ഇങ്ങോട്ട് വെറുതെ ബാഗൊക്കെ എടുത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് റെന്റിന് എടുത്തിട്ട് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് പോവുകയും ചെയ്യാം. ഗുഡ്മോഗർ ലേക്ക് 17,800 അടി ഉയരത്തിലാട്ടോ ഉള്ളത്. സ്മോഗോലേക്കാണെന്നുണ്ടെങ്കിൽ 12,313 ഫീറ്റ്. പിന്നെ നാഥുലയാണെന്നുണ്ടെങ്കിൽ 14,140. കാണുന്ന വഴി ആണിങ്ങനെ പോകുന്നത്. സ്മോഗോലേക്ക്, പിന്നെ ബാബ മന്ദിറുണ്ട്, പിന്നെ ഹാങ്കൂലേക്കുണ്ട്. ഏറ്റവും ടോപ്പിലാണ് നാഥുല പാസ്. പിന്നെ ഒരു കുപ്പൂപ്പ് ലേക്ക് വരുന്നുണ്ട്. മാമെൻചോ ലേക്ക് ഓർമ്മയുണ്ട്. 1, 2, 3, 4 ഒരു 4 ലേക്ക് വരുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രെഡ് ഓംപ്ലെറ്റ് 50 രൂപ കേട്ടോ ഒരു പ്ലേറ്റിന്. 2 പേർക്കും കൂടെ 100 രൂപ. അച്ഛൻ വെയിലത്ത് നിൽക്കാം, തണുപ്പൊന്ന് മാറട്ടെ. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഇങ്ങനത്തെ നാത്തൂല, അതുപോലത്തെ കാശ്മീരിലെ ടോപ്സ്, പിന്നെ മണാലിയിലെ ടോപ്സ്. ഏത് ടോപ്സിൽ നിങ്ങൾ പോകുമ്പോഴും ഫുഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് ചാർജ് ചെയ്യും. ചായയൊക്കെ നമ്മൾ ചെന്നിട്ട് എത്രയാന്ന് ചോദിക്കാതെ ഒരിക്കലും കുടിക്കരുത്. റിയലി അട്ടൽ ടണലിൻ്റെ അവിടുന്ന് ഒരു പ്രാവശ്യം ചായക്ക് ചോദിച്ചപ്പോൾ ഒരു ചായക്ക് 45 രൂപയാണ് പറഞ്ഞത്. ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു ഗ്ലാസ്സിന് 45 രൂപ. പിന്നെ കുറച്ച് ദിവസം അവിടെ ഇങ്ങനെ നടന്നിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതേ ചായക്ക് അവർ നമ്മുടെ ഫേസ് കണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അതേ ചായക്ക് 15 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒക്കെ തരും. അതല്ലാതെ നമ്മൾ ഇവർക്കറിയാം ഈ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ വരുന്നവരാണ്. തോന്നിയ പ്രൈസൊക്കെ കാരിയറിൽ ഇങ്ങനെ ചായ കൊണ്ടിരുന്നത് അവരൊക്കെ തോന്നിയ പ്രൈസൊക്കെ പറയും. കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും. അത്രയും തണുത്ത് വിറച്ചേക്കുമ്പോൾ ഒരു ചൂട് എന്തെങ്കിലും കിട്ടിയാൽ 50 100 നമ്മൾ കൊടുക്കും. ഇങ്ങനെ വളഞ്ഞ് അതിലേ പോയി അങ്ങ് ആ മലയുടെ മേളിക്കൂടെ വേണം നമുക്ക് പോകാൻ. മൗണ്ടനിൽ സ്ട്രെയിറ്റ് വരുന്ന ഫ്രഷ് വാട്ടർ. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പാസഞ്ചർ റോപ്പ് വേയുടെ അവിടെയാണ്. സ്മോഗോ റോപ്പ് വേ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലേക്കും ഉണ്ട്. ഈ ലേക്കിനാണെങ്കിൽ പറയുന്നത് ചാങ്കു ലേക്ക് എന്നാണ്. നമുക്ക് ആ ചാങ്കു ലേക്കിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഒത്തിരി യാക്കുകളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കുന്നതൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാം, റൈഡ് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ റൈഡ് ചെയ്യാം. മണലിൽ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ കൊമ്പൊക്കെ നല്ല പോളിഷ് ചെയ്ത യാക്കുകളാണ്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല കൊമ്പയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേക തുണിയൊക്കെ വെച്ച് അലങ്കരിച്ച് നിർത്തിയേക്കുവാണ്. നല്ല വലിയ ലേക്ക് കേട്ടോ. ഇതാണെങ്കിൽ അതിലേക്ക് പോകുന്ന വഴിക്കാണ്. നമ്മുടെ നേരെ ഫ്രണ്ട് സ്നോ മൗണ്ടൻ, ഇവിടെ ലേക്ക്. ആ സ്നോ മൗണ്ടൻ്റെ റിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലേക്ക് നല്ലപോലെ കാണാൻ പറ്റും. അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് അതിലൊരു വാട്ടർ ഉണ്ട്. ലേക്കിൻ്റെ അവിടം വരെ ചെല്ലാൻ പറ്റും കേട്ടോ. ഈ ഏരിയ ഒക്കെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അതേപോലെ മിലിറ്ററിയുടെ പരിധിയിലുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഡ്രോൺ ഫ്ലൈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം കാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാൻടോക്ക് വരെ വരാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി. സ്വന്തം ബൈക്ക് അല്ലെങ്കിൽ നമ്മൾ റെൻറ്റ് ബൈക്കൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ബൈക്കിന് ഇങ്ങോട്ട് വരാൻ പറ്റും. റോപ്പ് വേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ പ്രേയർ വീലൊക്കെ വെച്ചിട്ടുണ്ട്. മൗണ്ട് കാഞ്ചൻജംഗ, ചൈന ബോർഡർ കാണാൻ പറ്റും. ദോക്ലാം, ഡാർജിലിംഗ്, ഭൂട്ടാൻ, ഇത്രയും ഏരിയ റോപ്പ് വേന്ന് കാണാൻ പറ്റും കേട്ടോ. ലേക്കിനാണെന്നുണ്ടെങ്കിൽ സ്മോഗോ ലേക്കെന്നും അതേപോലെ തന്നെ ചാങ്കു ലേക്കെന്നും പറയും കേട്ടോ. നമ്മൾ റോപ്പ് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്റ്റെപ്പ് കയറി വേണം പൊളിച്ചത്. ഇതാണ് റോപ്പ് വേ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 360 രൂപയാണ് എൻട്രി ഫീ കേട്ടോ. റോപ്പ് കയറി പോകുന്നുണ്ടോ, നേരെ അങ്ങ് ആ മലയുടെ ടോപ്പ് വരെയാണ് പോകുന്നത് കേട്ടോ. അതേപോലെ ഇറങ്ങി വരുന്നതും കാണാൻ പറ്റും. ആൾക്കാരൊന്നും അധികം നടക്കാതെ സ്നോയൊക്കെ വീണത് പോലെ നല്ലതായിട്ട് കിടക്കുന്നുണ്ട്. താഴെയാണെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ സ്നോയൊക്കെ ആണെങ്കിൽ വാരി എറിയുന്നത് കാണാൻ പറ്റും. രസമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാരി എറിയുവാണ്. നോക്കി ഐസ് കട്ടൊക്കെ ആണെങ്കിൽ വാരി തലയിലൊക്കെ വെച്ചാണ്. ഈ റോപ്പ് വേ സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട് കേട്ടോ. ലേക്ക് സൈഡ് കഫറ്റീരിയ, സിക്കിം ടൂറിസത്തിൻ്റെ കീഴിലുള്ള കേട്ടോ. നമ്മളിപ്പോൾ നാദുരയിലാണ്.
14,140 ഫീറ്റ് ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണെങ്കിൽ ഓക്സിജൻ കണ്ടന്റ് തീരെ കുറവാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ചൈന ബോർഡറാണ്. അപ്പം നമുക്ക് നേരെ മുകളിലാണ് ഇന്ത്യ ചൈന ബോർഡർ. അപ്പം മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും. സെക്യൂരിറ്റി റീസൺ കൊണ്ട് നമുക്ക് അവിടെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് നിയറായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ചങ്ങായി കേട്ടോ, കോഴിക്കോടുകാരനാണ്. നമ്മുടെ ഒരാളും കൊണ്ടാണല്ലോ. അതേ പറ്റൂ. ഇത് നാട്ടിൽ നിന്ന് വന്ന ചങ്ങായിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ചങ്ങായി കേട്ടോ. ഇവര് നമുക്ക് ഇന്നലെ റോപ്പ് കയറാൻ പോയപ്പോൾ കിട്ടിയതാട്ടോ. ഈ കാണുന്നത് ഇന്ത്യയുടെ ഔട്ട് പോസ്റ്റ് ആണ്. അതേപോലെ ഈ കാണുന്നത് കേട്ടോ ഇന്ത്യയുടെ ഔട്ട് പോസ്റ്റ്. പിന്നെ അവിടെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ബോർഡർ. ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ വേണ്ടിയുള്ള ഏരിയ ആണ്. ഇപ്പം ചൈനയ്ക്കും അതേപോലെ ഇന്ത്യയിലേക്കും പോകാൻ വേണ്ടിയുള്ളൊരു പാസ്സാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നാദുലയിലെ പാർക്കിംഗ് ഏരിയയാണ്. നമ്മളിപ്പോൾ നാദുല ടോപ്പിൽ പോയി നമ്മൾ ബോർഡറിലെ കാഴ്ചകളെ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് മഞ്ഞ് പെയ്ത് കിടക്കുന്ന നല്ലൊരു വ്യൂ കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെയായിട്ട് ഫ്രോസൺ ആയിട്ടുള്ളൊരു ലേക്ക് കാണാം. നേരെ താഴെയായിട്ട് ഫ്രോസൺ ആയിട്ടുള്ള ലേക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം നാദുല കഴിഞ്ഞിട്ട് എത്തിയിരിക്കുന്നത് ബാബ ഹർഭജൻ സിംഗ് ഷ്രൈനിൻ്റെ അവിടെയാണ്. ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ളതാണ്. പോലെ ആരാധിക്കുന്നതാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗിഫ്റ്റൊക്കെ മേടിക്കുന്നതൊക്കെ ആണെങ്കിൽ മേടിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു കഫേ ഉണ്ട്. മിലിറ്ററിയുടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടാവും. ഇവിടെ ഈ മൗണ്ടനിലൂടെയൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ യാക്കിനെ കാണാൻ പറ്റും. നമ്മുടെ നേരെ താഴെയാണെങ്കിൽ യാക്ക് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ യാക്കെല്ലാം കിടക്കുക കേട്ടോ. അവിടെയും കിടപ്പുണ്ട്. അവിടെയുണ്ട് ഒരു 10 കൂടുതൽ യാക്കിനെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ചെറിയ അരുവിയാണെങ്കിൽ ഒഴുകി വരുന്നുണ്ട്. ആ അരുവിയിലെ കുറേ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രോസണായി കിടക്കുക കേട്ടോ. ഈ നോക്കിയേ കണ്ടോ, വൈറ്റ് കളർ കണ്ടോ. പിന്നെ ഇവിടേക്കാണെങ്കിൽ വൈറ്റ് ലെയർ ഉണ്ട്, അതൊക്കെ ഫ്രോസൺ ആട്ടോ. പിന്നെ നമുക്ക് നേരെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ശിവൻ്റെ ഒരു വലിയൊരു പ്രതിമ കാണാൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡിലൊരു വാട്ടർഫാൾ ഉണ്ട്. ആ വാട്ടർഫാളും ഫ്രോസൺ ആട്ടോ. കുറച്ച് വെള്ളം മാത്രമാണ് അവിടുന്ന് വരുന്നത് കാണാൻ പറ്റുള്ളൂ. നമ്മൾ നാദുലയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇപ്പം നമ്മളിപ്പം ഗ്യാൻടോക്കിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്യാൻടോക്കിലെ വജ്ര വേൾഡ് എന്ന് പറഞ്ഞൊരു മാളാട്ടോ. ഇനി ഗ്യാൻടോക്കിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ച് സിൽഗുരി പോകും. സിൽഗുരിയിൽ നമ്മൾ അവിടെ നിന്ന് നേരെ ഗുവാഹത്തിക്ക് പോവാണ്. തന്തൂരി ചായ കേട്ടോ. തിളച്ചാണോ? ड्राइवर नहीं हो अगाडि दिएको छ അപ്പൊ കളയാം. അടിപൊളിയാ അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ ഇന്നത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് സെഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് കാണാം.